നമ്മുടെ ചാനലിനകത്ത് പൊരിപ്പോ ജമീറെ ജിജോച്ചാൻ അവിടെ പോയത്. ഞങ്ങൾ രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ഷോപ്പ് നോക്കി ഡോളർ പോയി മാറ്റി ഇറങ്ങിയിട്ടില്ല ഇവിടെ. അപ്പോൾ മലേഷ്യൻ്റെ സാധനം ആക്കിയിട്ടുണ്ട്. അതിന് ഇവിടെ വേണ്ട ഫുഡൊക്കെ മേടിച്ചിട്ട് ഈ ഫുഡൊക്കെ മേടിച്ചിട്ട് വേണം ഒന്ന് കഴിക്കാൻ അല്ലേ? നമ്മൾ കഴിക്കാൻ പോയല്ലേ? ഞങ്ങൾക്ക് മലേഷ്യൻ ഭാഷയിൽ ഏതാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പോയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, Please remain seated with your seatbelt fastened until the seatbelt sign is off and the aircraft has come to the cockpit stop at the terminal. All electronic devices must remain off until doors are open. Please take care when opening the overhead compartments and remember to take all your personal belongings with you. It's been our pleasure serving you on this flight. Thank you for flying Bhante Air. On behalf of Captain Ridwan, First Officer Fahmi and the rest of the crew, we thank you for flying Bhante Air. We look forward to see you again and have a pleasant day. Thank you. $5 ലക്ഷത്തിൻ്റെ നോട്ടാണ് ഡോങ് കാണിരിക്കുന്ന. 50 ലക്ഷത്തിൻ്റെ സോറി 5 ലക്ഷത്തിൻ്റെ. അപ്പോൾ ഇതാണ് വിയറ്റ്നാം കറൻസിയാണ്. ഞങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ വിയറ്റ്നാം എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ട് ദനാങ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ക്ലിയർ ഇല്ലായിരുന്നു ആ വോയിസ്, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ശേഷം ഫുഡ് നമുക്ക് ഫ്ലൈറ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കാര്യം. നമ്മൾ ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ കറൻസി ആയിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് മൊത്തം വിയറ്റ്നാമായിരുന്നു, അവിടെ എടുത്തില്ല. പിന്നെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഫുഡ് കുറച്ച് ഡോളറുള്ളതിൻ്റെ പേരിൽ കുറച്ച് ഫുഡ് കഴിച്ച് കുഴപ്പമില്ല, അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ക്ലിയർ ഇല്ലാത്തതിൻ്റെ പേരിൽ. ബാക്കി എന്തായാലും എയർപോർട്ടിലെത്തി വിയറ്റ്നാം നമ്മളെ വെയിറ്റ് ചെയ്ത ഒരാൾ നിൽപ്പുണ്ട്, നമുക്ക് നോക്കാം. അളിയനോടെ അളിയാ കിട്ടിയോ? അനീഷ്, യെസ് അനീഷ് ജോസ്. അപ്പോൾ ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അനീഷിൻ്റെ ബാഗും വെച്ചിട്ട് പാമ്പ് പിടിച്ച് ഒരാളെ ചെക്കിങ് പിടിച്ചത് അനീഷ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ കാണാം. ഈ എയർപോർട്ടൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ വിളിക്കാൻ പോകുന്ന നമ്മുടെ ചങ്ങാതി, അത് നമ്മുടെ ഷമീറിൻ്റെ കൂട്ടുകാരനാണ്. പേര് യോങ് യാങ്. അപ്പം എടാ യോങ് യാങ് എന്നല്ലേ പേര് പുള്ളിക്കാരൻ്റെ? അപ്പോൾ ഷമീറിനെ വിളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വണ്ടി ഏത് കാട്ടിലാണ് കൊണ്ടിട്ടേക്കുന്നത്? കൊള്ളാമല്ലോ, സംഭവം കൊള്ളാം. ഇപ്പോൾ താണ്ടെ ഞങ്ങളുടെ ചാങ്യൂങ്ങിൻ്റെ വണ്ടിയാണിത്. അളിയാ എടുത്തോ? ഇപ്പോൾ എന്നയുടെ അപ്പോൾ ഞങ്ങൾ താണ്ടെ അളിയാ സാധനം എല്ലാം എടുത്ത് വെച്ചാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് 5 പേർക്കുള്ള വണ്ടിയാണിത്. ഹലോ, വെള്ളിയാഴ്ച അവിടെയും ശനിയാഴ്ച മറ്റേ അങ്ങനെയല്ല പറഞ്ഞത്. ഏത് ഹോട്ടലാണ്? ഹലോ ഹലോ ഹലോ, ഡ്രൈവറോട് പുള്ളിക്കാരൻ നമുക്കറിയത്തില്ല, അദ്ദേഹം മാർക്കറ്റാണ് പോവാണ്. അപ്പോൾ എന്തായാലും വളരെ കൊള്ളാല്ലേ, ഇതാ ലെഫ്റ്റ് റൈറ്റ് എല്ലാം കുഴപ്പമില്ല കേട്ടോ. കാണാൻ ചരിത്രമുണ്ട്. അമേരിക്ക തോറ്റുപോയത് ഇവിടെ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ വേറെ നമ്മുടെ ഫ്രണ്ടിന് കോൾ വന്നതിൻ്റെ പേരിൽ അപ്പോൾ അതുമായിട്ട് സംസാരിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പറഞ്ഞ വേറെ ഒന്നുകൊണ്ടല്ല,
ഇത് നമ്മൾ കുറച്ച് ടൈം ആകുമ്പോൾ നല്ല ടയർഡായിരുന്നു. കാരണം ഫ്ലൈറ്റ് നല്ല ഡിലേ ആയി, നമ്മളെ അവിടെ വലച്ച് സത്യം പറഞ്ഞാൽ ടയർഡായിട്ട് ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചുമ്മാ ലെഫ്റ്റ് റൈറ്റുള്ളൊരു കോമഡിക്ക് വേണ്ടി പറഞ്ഞത് മാത്രം. ഞങ്ങൾ എന്തായാലും വൈകുന്നേരം വരും. പക്ഷെ എന്നാലും ഉച്ച സമയത്ത് കണ്ടോ ദനാങ് ബീച്ച്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല്. ലഗേജുമായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട് അല്ലേ. റിസപ്ഷനിലോട്ട് നമ്മൾ കയറുകയാണേ. അപ്പൊ നമ്മള് റിസപ്ഷനിൽ കയറാനുള്ള നമ്മുടെ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ബീച്ചാണ്. ഭയങ്കര അഥവാ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പി. ഹായ് 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 ഹായ്. അപ്പൊ പറഞ്ഞ പോലെ നമ്മളെത്തി പാർട്ടിക്ക് ശക്തി തരാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പൊ